ഗൈസ് ഇന്ന് ചേച്ചി വോട്ട് ചെയ്യാൻ പോവാണ്. ചേച്ചിന്റെ കന്നി വോട്ടാണെന്ന്. ഗൈസ് ഇന്നെ ഫസ്റ്റ് വോട്ടാണ്. അപ്പൊ അതിന്റെ എക്സൈറ്റ്മെന്റിലാണ്. ഞങ്ങൾ രാവിലെ തന്നെ ഒരു 7 മണി ആയിട്ടുള്ളൂ. അപ്പൊ തന്നെ പോവാണ് വോട്ട് ചെയ്യാന്. ചേച്ചിയൊക്കെ വോട്ട് അതൊന്നും ഞാൻ പറയില്ല. അങ്ങനെ അമ്മയും അച്ഛനും ചേച്ചിയും വോട്ട് ചെയ്യാൻ ഇറങ്ങിട്ടോ. തിരക്കിൽ പെടാതെക്കാന്ന് രാവിലെ 7 മണിയാകുമ്പോ തന്നെ ഓര് പോയിട്ടോ. അച്ഛനതാ ഞങ്ങളെപ്പോലെ ക്ഷമൊന്നുമില്ല കേട്ടോ. അച്ഛൻ മുന്നിലെത്തിയിട്ടുണ്ട്. കുറേ മുന്നിലാണ് ഞങ്ങളെക്കാളും. ഞാനും അമ്മ അങ്ങനെ വോട്ട് ചെയ്തു കേട്ടോ. ആർക്കാ വോട്ട് ചെയ്തേ? അതൊന്നും പറയാൻ പറ്റൂല. ആർക്കാ വോട്ട് ചെയ്തെന്ന് എന്തായാലും ജയിക്കുന്ന പാർട്ടിക്കാ വോട്ട് ചെയ്തേ. ഗൈസ് അപ്പൊ ഒരു രണ്ടാളും കണ്ടില്ല. ബസ് എടുത്ത് എന്റെ ബസ്സിയാവും മിക്കവാറും. പെണ്ണിന്റെ ബസ് എടുത്ത് വോട്ട് ചെയ്ത് വോട്ട് ചെയ്തപ്പോ കുട്ടിക്ക് എത്ര വയസ്സായി? 20. ഗൈസ് ഇന്നലെ പണിക്കാരൻ വരും പറഞ്ഞ് പറ്റിച്ച്. അപ്പൊ ഇന്നലെ പണിക്കാരനൊന്നും വന്നിട്ടില്ല. അപ്പൊ ഇനി പണിക്കാരനൊന്നും വേണ്ട, ഞാനൊന്നും തനിയെ ചെയ്യാന്നൊക്കെ പറഞ്ഞ അച്ഛനും ഇതാ അവിടെ ഒറ്റയ്ക്ക് പണിയെടുക്കാണ് കേട്ടോ. പിന്നെ അച്ഛൻ തന്നെ ഇത് ഒറ്റയ്ക്ക് തന്നെ പൂയും സിമന്റൊക്കെ വെച്ച് കൂട്ടി കുഴച്ച് സെറ്റാക്കി വെക്കുകയാണ്. പിന്നെ അച്ഛന് തന്നെ ഒരു സകലകലാവല്ലഭനാണല്ലോ. ഇതാ ഈ കാണുന്ന കിണറൊക്കെ അച്ഛൻ തന്നെ ഒറ്റയ്ക്ക് പണിതതാണ്. പിന്നെ അച്ഛൻ്റെ ചട്ടി അതിലേറെ സൂപ്പറാണ്. കണ്ടില്ലേ, ഹൈടെക് ചട്ടിയാണ്. ഇപ്പൊ എവിടെയും കിട്ടാത്ത മോഡൽ ചട്ടിയാണ്. നല്ല സ്ട്രോങ് ആണ്. അമ്മ നല്ല സ്ട്രോങ്ങിൽ ഇട്ടോ. 4 കെട്ട് മേലിന് 1 കെട്ട് ചുമല് ഞങ്ങള് മാമന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇടിച്ചക്കയാണിത്. ഇതിലൊരു കഷ്ണം അടുത്ത വീട്ടിലെ ചേച്ചിക്ക് കൊടുത്തു. ഇനി ഞാനിത് കൊത്തി എരിയാൻ പോവാണ്. ഇതില് ചെറുപയറ് വൻപയറൊന്നും ഇട്ട് വെക്കണില്ല. അത് വെറുതെ ഇത് മാത്രം ഇട്ട് വെക്കണുള്ളൂ. വറവിട്ട് കഴിക്കാന്ന് വിചാരിച്ചു. വെച്ചില്ല. ഈ വർഷത്തെ 2ാമത്തെ ഇടിച്ചക്കയാണ് കേട്ടോ ഞങ്ങൾ കഴിക്കാൻ പോണത്. അങ്ങനെ വെച്ചതാ നേരത്തെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. ഞാൻ വിചാരിച്ച പോലെ നല്ല നന്നാവണൊക്കെ ഉണ്ട്. അച്ഛതാ ഗ്രൗട്ട് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഹെൽപ്പർ അമ്മയാണ് കേട്ടോ. എന്തിനാ നമ്മക്കറിയില്ല. അതൊക്കെ കാട്ടിക്കൊണ്ടാ പാമ്പിന്റെ ഡിസൈനാടാ. നിങ്ങളുടെ ഡിസൈനൊക്കെ വേണം. അച്ഛാ കുളിക്കാനുള്ളതാട്ടോ. അച്ഛാ നല്ല ഹെൽപ്പർ. ആവശ്യം കഴിഞ്ഞപ്പോ വലിച്ചെറിയ. നിന്റെ ചെരുപ്പ് കണ്ടില്ലേ? അയ്യോ അത് തോർച്ചാണ്. അപ്പൊ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഗായ്സ്. അങ്ങനെ ഒരു ദിവസം പോലും ടൈലിന്റെ പണിക്ക് ഓർത്ത് അച്ഛതാക്കണേ. ഇവിടെ ടൈൽ ഇട്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഗായ്സ്? സെറ്റല്ലേ ഗൈസ്? അപ്പോൾ ഞങ്ങൾ റീൽ എടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഞങ്ങൾ ഇൻസ്റ്റയിൽ ഇടാൻ വേണ്ടിയിട്ടാണ്. സച്ചലച്ചൂസ് തന്നെയാണ് ഇൻസ്റ്റേൻ്റെ ID. അപ്പോൾ അതിൽ ഇന്ന് ഡാൻസ് ഇടാമെന്ന് വിചാരിച്ചിട്ട് ഒരു റീൽ എടുക്കാൻ വേണ്ടി പോവുകയാണ്. പിന്നെ ഞങ്ങളോട് കമൻറ്റിൽ ലൈവ് ഇടുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇനി ഇടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞങ്ങൾ വെക്കേഷനിൽ ലൈവ് ഇടാന്ന് വിചാരിച്ചു. കമൻറ്റിൽ ചോദിച്ചും ചെയ്തു. അപ്പോൾ വെക്കേഷനിൽ എന്തായാലും ഇടാന്ന് വിചാരിച്ചിരുന്നു. എല്ലാവർക്കും ലീവൊക്കെ ആവുമല്ലോ. അപ്പോൾ അതിലിങ്ങനെ ഇടാന്ന് വിചാരിച്ചു. അപ്പോൾ വെക്കേഷനിൽ ലൈവ് ഞങ്ങൾ ഇടുന്നതാണ്.
ഇനി ഡാൻസ് എടുത്തിട്ട് വരാം. അപ്പോൾ ഇവരിതാക്കിന് റീൽ എടുക്കാൻ വേണ്ടി ഒന്നും കൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റീൽ എടുക്കാൻ വേണ്ടിയുള്ള ടെസ്റ്റിങ്ങിലാണ്. പിന്നെ ഇവർ ഫുൾ ടൈം തെറ്റിക്കലാണ് ഇവരെ പരിപാടി. വേഗം കളിച്ചൂടി. കളിക്കാനൊന്നും നിശ്ചയില്ല, കാണുന്ന മാതിരിയൊന്നുമല്ല. വർത്താനം മാത്രമേ ഉണ്ടാവും, ബാക്കിയൊന്നും ഉണ്ടാവില്ല. ഫുൾ ടൈം തെറ്റിക്കലാണ് ഇവരെ ഹോബി തന്നെ. അതാണ് കണ്ടോ. അങ്ങനെ സച്ചുവിന് ഞങ്ങളെ റീലെടുത്ത് മതിയായി ഗൈസ്. ഓനെന്താ വേഗം പോണേ.